ണോ കാണാൻ സാധ്യമല്ലാത്തത്? എന്നാൽ നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് എന്താണോ തദേവ ബ്രഹ്മത്വം വിദ്ധി, അവനാണ് ബ്രഹ്മമെന്ന് ദൈവമെന്ന് നീ മനസ്സിലാക്കുക. നേദം യതിദം ഉപാസതേ, നീ ഉപാസിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ അവയൊന്നും യഥാർത്ഥത്തിൽ ബ്രഹ്മമല്ല. എന്തിനെയാണോ നിനക്ക് കേൾക്കുവാൻ സാധ്യമല്ലാത്തത്, അതേസമയം നിനക്ക് കേൾവി ശക്തി ആരാണോ നൽകുന്നത് തദേവ ബ്രഹ്മത്വം വിദ്ധി, അവരാണ് ബ്രഹ്മമെന്ന് നീ അറിയുക. നേദം യതിദം ഉപാസതേ, നീ ഉപാസിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ അവയൊന്നും യഥാർത്ഥത്തിൽ ബ്രഹ്മമല്ല. നിങ്ങൾ നോക്കുക, എത്ര സുന്ദരമായിട്ടാണ് യേശു പഠിപ്പിച്ചല്ലോ. ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനും പറഞ്ഞു ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ. അവരെ ദൈവത്തെ ആരും കാണുന്നില്ല, അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു, അവനെ ഒരു കണ്ണും കണ്ടെത്തുന്നില്ല. യേശു പറഞ്ഞു പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇതേ ആശയം ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരെല്ലാം ഏകദൈവാരാധനയുടെ അടിസ്ഥാന സന്ദേശങ്ങളാണ് പഠിപ്പിച്ചത്. പക്ഷേ ജനം വ്യതിചലിച്ചു. ആ ഏകദൈവ ആരാധന കൊണ്ടുവന്ന പ്രവാചകന്മാരെ തന്നെ ദൈവാക്കി. അതാണ് ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും രസകരമായ ഒരു കാര്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അബ്രഹാം പ്രവാചകൻ ബൈബിളിലും ഖുർആനിലെല്ലാം അതിശക്തമായി വിഗ്രഹാരാധനക്കെതിരെ ശബ്ദിച്ച ആളാണ് ഇബ്രാഹിം നബി, അബ്രഹാം. പക്ഷെ മുഹമ്മദ് നബി വന്നപ്പോ കഅബാലയത്തിലുണ്ടായിരുന്ന വലിയ വിഗ്രഹങ്ങളിലൊന്ന് അബ്രഹാമിന്റെ വിഗ്രഹമായിരുന്നു. എന്താ മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്. നിങ്ങൾക്കറിയാലോ, ഈ വിഗ്രഹാരാധനക്കെതിരെല്ലാം സംസാരിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഞാൻ വിമർശിക്കല്ല, ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ് എത്ര കാലമായി. നമ്മളുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു തലമുറ മുമ്പ് ജീവിച്ച ആളല്ലേ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിലൊന്ന്, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിലൊന്നും ശ്രീനാരായണന്റെ വിഗ്രഹമാണ്. ശ്രീബുദ്ധൻ ദൈവത്തെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ പിടികങ്ങളിലൊന്നും കാണാനില്ല. എന്നാൽ ലോകത്തിന് ഏറ്റവും വലിയ വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി ശബ്ദിച്ച ആളാണ് ശ്രീബുദ്ധൻ. പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിലൊന്ന് ശ്രീബുദ്ധന്റെ വിഗ്രഹമാണ്. ഇത് ചരിത്രത്തിലെ ഒരു സ്വാഭാവികതയാണ്. കൃത്യമായ മാർഗദർശനം ഉണ്ടായിരുന്നിട്ടില്ലെങ്കിൽ മനുഷ്യർ ബഹുദൈവാരാധനയിലേക്ക് പോവുക എന്നുള്ള ഒരു സ്വാഭാവികത. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ വീണ്ടും വീണ്ടും കടന്നു വന്നു. ഓരോ പ്രദേശങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. ആ പ്രവാചകന്മാരെല്ലാം ദൈവിക മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജനങ്ങളെ ദൈവിക മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ഒരു പുതിയ മതം തന്നെയല്ല. ഇസ്ലാം മുഹമ്മദ് നബി സ്ഥാപിച്ച മതമല്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റുക. മുഹമ്മദ് നബി ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. മുഹമ്മദ് നബി മുൻപുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതം, ആ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്തത്. അബ്രഹാമിന്റെയും ഇസ്മായേലിന്റെയും ഇസ്ഹാക്കിന്റെയും യേശുവിന്റെയും മോശയുടെയും എല്ലാ മതം. ഇസ്ലാം എന്ന പദത്തിനർത്ഥം മുഹമ്മദീയ മതം എന്നല്ല. ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമർപ്പണം എന്നും സമാധാനം എന്നുമാണ്. ദൈവിക മാർഗദർശനം അനുസരിക്കുക എന്നാണ് ഇതിനർത്ഥം. സമർപ്പണം എന്ന് പറഞ്ഞാൽ ആ സമർപ്പണത്തിലൂടെയാണ് സമാധാനം ലഭിക്കുക എന്നർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച തത്വം, ആ തത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് മുഹമ്മദ് നബി വന്ന, അല്ലാതെ ഒരു പുതിയ മതം കൊണ്ടുവരാനല്ല. പക്ഷേ ഈ പ്രവാചകന്മാരിൽ അവതരിപ്പിക്കപ്പെട്ട മാർഗദർശക ഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായി. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാവർക്കും, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും എന്താണ് ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു മാനദണ്ഡം മാനവരാശിയുടെ മുന്നിൽ ഇല്ലാതെയായി. ഓരോ സമൂഹങ്ങളിലേക്കായിരുന്നു പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. അന്തിമ പ്രവാചകൻ മാനവ സമുദായത്തിലേക്ക് മൊത്തമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറൻ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പരിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബയിലെ 28-ാമത്തെ വചനം. മുഹമ്മദ് നബിയെ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യരിലേക്കുമാണ്. മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ആശയം അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല. ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത മാനുഷിക കരവിരുതുകളിൽ നിന്ന് ആ വേദഗ്രന്ഥത്തെ സംരക്ഷിക്കാമെന്ന് ദൈവം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് നാമാണ്, നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ സൂക്ഷിപ്പ് ദൈവം ഏറ്റെടുത്ത മറ്റൊരു ഗ്രന്ഥമല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ യാതൊരു വിധത്തിലുള്ള കരവിരുതുകൾക്കും വിധേയമാകാതെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരുടെ കരവിരുതുകൾ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ
പിന്നെ ദൈവീകമല്ലാത്ത ഒരു വചനം കടന്നുകൂടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ധർമാധർമ്മങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ ഒരു മാനദണ്ഡമായി പരിശുദ്ധ ഖുർആനെ നോക്കാം. അല്ലാതെ കർമ്മം ചെയ്യാതെ വെറുതെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷ പ്രാപിക്കാം എന്ന് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി വന്നത്. അല്ല അതേപോലെ തന്നെ കർമ്മം മാത്രം ചെയ്ത് ഒരു വിശ്വാസം നോക്കണ്ട, നിങ്ങൾക്ക് തോന്നിയ വിശ്വാസം ആയിക്കോളൂ എന്നും പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി വന്നത്. യേശു പഠിപ്പിച്ചതുപോലെ ഇത് നിങ്ങൾ വിശ്വസിക്കണം, അതോടൊപ്പം കർമ്മവും ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നത് എന്നുള്ളതാണ് സത്യം. അത് പിന്നെ അന്തിമ പ്രവാചകനാണ് അദ്ദേഹം പുതിയൊരാശയമല്ല, പഴയ ആശയം തന്നെ. പക്ഷേ ആ ആശയം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃത്യമായ പൂർണ്ണമായ സമഗ്രമായ ഒരു പിന്നെ വേദഗ്രന്ഥം, മാറ്റം വരുത്താത്ത വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്നുള്ളതാണ് സവിശേഷത എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അടുത്തത് ജഡ്ജ് സെക്ഷനിലാണ്. പെട്ടെന്ന് ചോദിക്കണം. I am Sajid. I am from Tirur, Malappuram district. I am doing my house agency in Yenappa Dental College. തിരുത്തലുകൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ, അതായത് കോടിക്കണക്കിന് ജനങ്ങൾ എന്തിന് ബൈബിൾ വിശ്വസിക്കണം? ഞാൻ പോകാഞ്ഞാൽ അവൻ വരികയില്ല. അവൻ വന്നാൽ ന്യായത്തെയും ന്യായവിധിയെയും സത്യത്തെയും കുറിച്ച് നിങ്ങളെ വഴി നടത്തും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈ മഹത്വപ്പെടുത്തിയത് എന്താണെന്നൊന്ന് പറയാമോ? MM അക്ബർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സുഹൃത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല, എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യണം. തിരുത്തലുകൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ കോടിക്കണക്കിന് ജനങ്ങൾ എന്തിന് ബൈബിൾ വിശ്വസിക്കണം? തിരുത്തലുകൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെന്നോ? തിരുത്തലുകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിന് വിശ്വസിക്കണം ജനങ്ങൾ? തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ മതത്തിൽ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് ബൈബിളിലാണ്. അതെന്തുകൊണ്ട്? അത് ശരി, അങ്ങനെ തിരുത്തലുകൾ വന്ന ഒരു ഗ്രന്ഥത്തിൽ എന്തുകൊണ്ട് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു എന്നാണ് ചോദ്യം. ഇത് സത്യത്തിൽ ഗ്രന്ഥത്തെ അനലൈസ് ചെയ്ത് പഠിക്കുന്ന രീതി തന്നെ പിന്നെ ഈ അടുത്ത കാലഘട്ടം മുതൽക്കാണ് തുടങ്ങിയതെന്നുള്ളതാണ് സത്യം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇതേപോലെയുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. പിന്നെ എന്താണ്, പരമ്പരാഗതമായി കിട്ടിയ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥക്ക് മാറ്റം വരേണ്ടതുണ്ട്. ഏത് മതവിശ്വാസിയാണെങ്കിലും സ്വന്തം വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കാനും ആ വിശ്വാസം ശരിയാണ് എങ്കിൽ അത് പ്രബോധനം ചെയ്യാനും ശരിയല്ലെങ്കിൽ മാറ്റം വരുത്താനും എല്ലാമുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ആർജവവും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ ദൈവം തമ്പുരാൻ നമുക്ക് പിന്നെ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് ചിന്തിക്കുവാനുള്ള പടച്ചവന്റെ അനുഗ്രഹം. ആ ചിന്തിക്കുവാനുള്ള അനുഗ്രഹം ഉപയോഗിക്കണമെന്ന് മാത്രം. ഇവിടെ ലോകത്തുള്ള ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സത്യോ അസത്യോ എന്ന് തീരുമാനിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യത്തിലും നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മൾ അധപ്പതനത്തിന്റെ അഗാധഗർത്തങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആളുകളുടെ എണ്ണത്തിലല്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ പൊതുവായ രീതി അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച് വിശ്വസിക്കുന്നു എന്ന് പറയാനും നിർവാഹമല്ല. കാരണം വളരെ തുച്ഛം ആളുകളെ ബൈബിൾ പഠിക്കുന്നുള്ളൂ. ഖുർആനെ പോലെ തന്നെ ഖുർആൻ പഠിക്കുന്നത് മുസ്ലിങ്ങളിലെ വളരെ തുച്ഛം ആളുകളുള്ളൂ എന്നതുപോലെ ബൈബിളും പഠിക്കുന്നത് വളരെ തുച്ഛം ആളുകളെയുള്ളൂ. ബാക്കിയെല്ലാം പരമ്പരാഗതമായി ഇങ്ങനെ വിശ്വസിച്ചു പോരുന്നു എന്നുള്ളതാണ്. ആ അവസ്ഥക്ക് മാറ്റം വരണം, കാര്യങ്ങൾ പഠിക്കണം എന്നാണ് സൂചന. സുഹൃത്തിന്റെ രണ്ടാമത്തെ ചോദ്യം, യേശു ക്രിസ്തു തന്റെ പിൻഗാമിയെ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് പ്രവചിച്ചപ്പോ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതെന്താണ്, വിശദീകരിക്കണം എന്ന്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് യേശു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ യേശു പ്രവചിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യേശു പറഞ്ഞു, എന്നെ അവൻ മഹത്വപ്പെടുത്തും. എന്താണത്? നാം ബൈബിളും പരിശുദ്ധ ഖുർആനും കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശു ക്രിസ്തുവിനെ വിമർശിക്കുവാനുള്ള ഏതെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിശുദ്ധ ഖുർആൻ അടച്ചു കളയുകയും പരിശുദ്ധ ഖുർആൻ യേശു ക്രിസ്തുവിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഏത് രംഗത്തും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതയാണത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, മറിയത്തെക്കുറിച്ച്
മറിയത്തെക്കുറിച്ച് ബൈബിളിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ വളരെ തുച്ഛമായ പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. ഖുർആനിലെ 19-ാമത്തെ അധ്യായം തന്നെ എന്താ? സൂറത്തു മറിയമാണ്, മറിയത്തെക്കുറിച്ച് സൂക്തം. ആ മറിയയുടെ വിശുദ്ധിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഖുർആൻ പറയാണ്, വൈദ ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 42-ാമത്തെ വചനം. എന്താ? മാലാഖമാർ മറിയത്തോട് വന്ന് പറഞ്ഞു, എന്താണ്? മറിയമേ, നിന്നെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, പിന്നെ നിന്നെ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു, ലോകത്തുള്ള സ്ത്രീകളിൽ നിന്ന് പ്രത്യേകമായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ വിശുദ്ധയാക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ മറിയത്തെ വിശുദ്ധപ്പെടുത്തുന്നത് മുതൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ ഖുർആൻ യേശുവിന്റെ വിശുദ്ധിയെ കുറിച്ച് മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പരിശുദ്ധ ഖുർആനും ബൈബിളും പറയുന്നുണ്ട്. ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 49-ാമത്തെ വചനത്തിലും അതേപോലെ തന്നെ 5-ാം അധ്യായത്തിലെ 110-ാമത്തെ വചനത്തിലുമെല്ലാം യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിലെ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ ഈ അത്ഭുതങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. യേശു ചെയ്ത 1-ാമത്തെ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയണം? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള യേശു ക്രിസ്തു കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ പച്ചവെള്ളം യേശു ക്രിസ്തു മദ്യമാക്കി മാറ്റിയെന്ന്. ഉടനെ തന്നെ എന്റെ ക്രൈസ്തവ സഹോദരന്മാർ പറയും, അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം യേശു മദ്യമാക്കുകയല്ല ചെയ്തത്, കേവലം അവിടുത്തെ ഒരു ഫ്രൂട്ട് ജ്യൂസായ വീഞ്ഞാണ് ആക്കിയത്. എന്നാൽ ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക, ഈ വീഞ്ഞ് കുടിച്ചിട്ട് അന്ന് പിന്നെ അവിടെ കല്യാണത്തിന് വന്ന ആളുകൾക്ക് മത്തന്മാരായി എന്നാണ്. യേശു ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല കേട്ടോ. അത് മറ്റൊരു വശം. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല യേശു ഇത് ചെയ്തു എന്ന്. മത്തന്മാരായി എന്നാണ് പിന്നെ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. അപ്പോ ഇത് പറയാൻ എന്റെ സുഹൃത്തുക്കളായ ക്രൈസ്തവ സഹോദരന്മാർക്ക് തന്നെ മടിയാണ്. കാരണം എന്താ? യേശു ഒരിക്കലും ലഹരിയുണ്ടാക്കുന്ന വസ്തു അങ്ങനെ നൽകിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് തന്നെ സാധിക്കുന്നില്ല. അവരത് ന്യായീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറാണ് പതിവ്. ഇത് സത്യത്തിൽ എന്തുകൊണ്ടാണ്? യേശുവിന്റെ മഹത്വത്തിന് നിരക്കുന്നത് അല്ല ആ പ്രവർത്തനമെന്ന് ക്രൈസ്തവ സഹോദരന്മാർക്ക് പോലും തോന്നുന്നത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ അത്ഭുതം, യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോഴും കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം പറയുന്നില്ല. എന്ന് മാത്രമല്ല, യേശുവിന്റെ 1-ാമത്തെ അത്ഭുതം ഖുർആനിൽ പറയുന്നത് ബൈബിളിലെ ഒരു പുസ്തകത്തിലും കാണാൻ പറ്റാത്ത അത്ഭുതം. അതെന്താണ്? ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 27 മുതൽക്കുള്ള 33 വരെയുള്ള വചനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. എന്താണത്? യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചു മറിയ. അങ്ങനെ മറിയ ഗർഭം ധരിച്ചതിന് ശേഷം അവർ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് പ്രസവിക്കപ്പെട്ടു. അങ്ങനെ പ്രസവിച്ച കുഞ്ഞുമായി, ചോരപ്പൈതലുമായി തന്റെ സമുദായത്തിന്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് സമുദായത്തിലെ പ്രഗത്ഭരായ ആളുകൾ വന്നുകൊണ്ട് മറിയത്തോട് ചോദിക്കുക, മറിയേ, നീ എന്തൊരു പ്രവർത്തനമായി ചെയ്തത്? എന്ത് തോന്നിവാസ ചെയ്തത്? നീ അഹറോന്റെ കുടുംബത്തിൽപ്പെട്ടവളല്ലേ? അഹറോന്റെ സഹോദരിയായി അറിയപ്പെടുന്നവളല്ലേ? എന്നിട്ട് ഇത്ര മ്ലേച്ഛമായൊരു പ്രവർത്തനം നീ ചെയ്തല്ലോ. മറിയക്കൊന്നും മറുപടി പറയാനില്ല. ഇത് അത്ഭുതകരമായി ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല.